നമ്മളിപ്പോ എവിടെ പോവാണ്? നമ്മള് കുക്കി സുബ്രഹ്മണ്യ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഒരു ഏകദേശം ഒരു 1 hour കൊണ്ട് നമ്മളിപ്പോ എത്തും. ഇവിടെ 6 മണിയായി, 7 മണിക്ക് നമ്മൾ എത്തും. ഇപ്പൊ 1 hour ജേർണി ഉണ്ട്. കാട്ടിൽ കൂടിയാണോ അല്ല നോർമൽ റൂട്ടാണ്? അപ്പൊ ഓക്കെ. ഇപ്പൊ നമ്മള് ധർമ്മസ്ഥലയിൽ ദർശനമൊക്കെ കഴിഞ്ഞു. നല്ല നല്ല ദർശനമായിരുന്നു നമുക്ക് കിട്ടിയത്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് കുക്കി സുബ്രഹ്മണ്യയിലോട്ട് പോവാണ്. കുക്കി സുബ്രഹ്മണ്യയിലോട്ട് പോയിട്ട് നാളെ രാവിലെ അവിടെ സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് അവിടുത്തെ ദർശനം കഴിയും. ആ ദർശനം കഴിഞ്ഞിട്ട് നമ്മള് ബാംഗ്ലൂരിലോട്ട് മടങ്ങും. ഇപ്പോ പോകുന്ന റൂട്ട് എങ്ങനെയാന്ന് പറഞ്ഞാല് നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഈ ധർമ്മസ്ഥലത്തില് വരുമ്പോ നമ്മള് വന്നില്ലേ, അതേ റൂട്ടിൽ നിന്ന് നമ്മളിപ്പോ അവിടുന്ന് വരുമ്പോ നമ്മള് ലെഫ്റ്റ് എടുക്കണം. ഈ ഇങ്ങോട്ട് പോകുമ്പോ നമ്മള് റൈറ്റ് എടുക്കണം. ഇപ്പൊ നമ്മള് സ്ഥലത്താൻ കുറച്ച് വൈകും. 1 മണിക്കൂർ ചൊറങ്ങിയാന്ന് എന്റെ അച്ഛൻ പറഞ്ഞില്ലേ. അച്ഛൻ ഇപ്പൊ കാളിലാണ്. ആരെയൊക്കെ കണ്ടില്ലേ? ഹാപ്പി ആയില്ലേ? മതി ദർശനം കിട്ടിട്ട് അമ്മയ്ക്കോ? ലാസ്റ്റ് വീഡിയോ പോയി കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണാൻ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക്. നമ്മൾ എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യാണ് എന്നല്ല ഒന്നും മനസ്സിലാവില്ല. സോ ആ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഇത് കാണുക പ്ലീസ്. പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ അടിച്ചിട്ട് കാണുക. ഇപ്പൊ നമ്മള് കുക്കി സുബ്രഹ്മണ്യന്റെ അടുത്ത് പോവാണ്. നമ്മൾ ഏതോ ഒരു കൊടുങ്കാടിലാണ് എന്ന് തോന്നുന്നു. എന്താണ് അച്ഛൻ പറഞ്ഞു ഒരു ഷോർട്ട് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ചുറ്റിയിട്ട് വരേണ്ടി വരും. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് വീഡിയോയില് അവിടെ ഫുള്ള് ഇതുണ്ടായിരുന്നില്ല, ബസ്സുകള്. ആ ബസ്സുകൾ ഇരുന്ന സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ റൂട്ട് വഴി വരണം, അത് ഫുള്ള് ചുറ്റണം. ഇതെങ്കിലും ഒറ്റ റോഡേ ഉള്ളൂ, ഷോർട്ട് കട്ടാണ് ഇത്, ഓർത്ത് വെച്ചോളൂ. അടുത്ത പ്രാവശ്യം ആരെങ്കിലും ഇങ്ങനെ ധർമ്മസ്ഥലം പോയിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് ഓർത്ത് വെച്ചോളൂ, ഇങ്ങനെ വരണം നിങ്ങളെന്ന്. എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ കുറേ ഫുൾച്ചർ സോഡൻ്റെ കടകളുണ്ട്. അതെന്തിനാ? ഇത് മഴക്കാലല്ലേ, അത് കോൾഡ് ആവില്ലേ? നമ്മുടെ ഫിറോസിക്കയും പിന്നെ M40 കില്ലിലെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ഇതാ ഫുൾച്ചർ സോഡൻ്റെ കട. ഇതാ നമ്മളെ ഫിറോസിക്ക, കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ കുക്കി എത്തി. നമ്മള് എത്തി. ഏതെങ്കിലും ഒരു ഹോട്ടൽ എടുത്തിട്ട് നാളെ രാവിലത്തെ ദർശനത്തിന് അതെ അതെ. ഇവിടെയാണ് കുക്കി സുബ്രഹ്മണ്യ ഹോട്ടൽ, അല്ല അമ്പലം. കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ? ഇവിടെയാണ് അമ്പലം. ഇതാ കണ്ടില്ലേ ആ ഗോപുരം? അതാണ് അമ്പലം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോ നമ്മള് ഏത് ഹോട്ടൽ? ദ്വാരക എന്ന് പറഞ്ഞ ഹോട്ടലാണ് കുക്കിയില്. നമ്മളിപ്പോ കുളിച്ചിട്ട് കഴിച്ചിട്ട് അമ്പലത്തിൽ പോവാൻ നോക്കാണ്. അപ്പോ കഴിക്കാൻ പോവാ, അല്ല കുളിച്ചിട്ട് കഴിക്കാൻ പോവാ. നമ്മളിപ്പോ എന്താ കഴിക്കാൻ പോണത്? നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ളത് നോക്കിയിട്ട് ചായ കുടിക്കുക, പിന്നെ ക്ഷേത്രത്തിൽ പോകണം, ദർശനം ചെയ്തിട്ട് മടങ്ങണം. മടങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാ? ബാംഗ്ലൂർ. ശരി, നമ്മൾ പോയി കഴിക്കാൻ പോവാം. നമ്മളിപ്പോ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോവാ. നമ്മൾ കഴിച്ചിട്ട് വരട്ടാ. നമ്മള് കൃഷ്ണൻ്റെ അല്ല, അത് ഹനുമാന്റെ ആണ്. അമ്മ പറഞ്ഞതാണ് കൃഷ്ണന്റെ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂരിൽ പോയപ്പോൾ പെർളശ്ശേരി എന്ന് പറഞ്ഞ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്, അത് തെറ്റിദ്ധരിച്ചു പോയി എൻ്റെ അമ്മ. ഇപ്പോൾ നമ്മൾ കുക്കിൻ്റെ അടുത്ത് എത്താറായി.
എത്തി നമ്മള് കുക്കയിലാണ് നമ്മളിപ്പോ. അമ്പലത്തിൽ എത്ര എന്റെ കുഞ്ഞോ എന്റെ കണ്ടില്ലേ, അതാണ് കുക്ക സുബ്രഹ്മണ്യ. ഇപ്പൊ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലെത്തി നമ്മളൊന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ നമ്മള് ദർശനമൊക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു ദർശനം? അടുത്തുനിന്ന് കാണാൻ പറ്റി, അടുത്തുനിന്ന് കാണാൻ പറ്റി. ധർമ്മസ്ഥലം നല്ല ഒരു ദർശനം നമുക്ക് കിട്ടിയത്. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരിലോട്ട് പുറപ്പെടാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വെൽക്കം ബാക്ക്. താങ്ക് യു. താങ്ക് യു.